1 രാവിലെ ഒരു 3:30 മണിയോടെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അറസ്റ്റിലായെന്ന ഒരു വാർത്ത വന്നിരിക്കുന്നത്. അതിനുശേഷം പിന്നെ അതായത് ഈ നിമിഷം വരെ എല്ലാ TV ചാനലിലും സോഷ്യൽ മീഡിയാസിലും എല്ലാത്തിലും നിറഞ്ഞു നിൽക്കുന്നത് ഈ രാഹുൽ മാങ്കൂട്ടൻ എന്ന് പറയുന്ന വ്യക്തിയുടെ ഈ കേസാണ്. അതായത് 3ാം ബലാത്സംഗ കേസ് എന്ന് പറയുന്നത്. ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുമ്പോഴത്തേക്ക് എൻ്റെ കമന്റ് ബോക്സിൽ പൂരത്തെറിയായിരിക്കും. അത് എനിക്ക് 100% ഉറപ്പാണ്. പക്ഷെ എന്നാലും കുഴപ്പമില്ല. എൻ്റെ മനസാക്ഷിക്ക് തോന്നുന്നതാണ് ഞാനിവിടെ പറയുന്നത്. ഞാൻ ഒരു പാർട്ടിയിലും പെടാത്ത ഒരാളാണ്. മീഡിയാസ് സത്യം പറഞ്ഞാൽ ആരാ ഒരാളെ ഇതിലും മാത്രം ഇങ്ങനെ ക്രൂവലായിട്ട് ഇതുപോലെ ഹറാസ് ചെയ്യാനായിട്ട് ഈ മീഡിയ സത്യം പറഞ്ഞാൽ ആരൊക്കെ സത്യം പറഞ്ഞാൽ ഇന്നത്തെ ചാനലുകൾ മുഴുവൻ മീഡിയാസ് നിറഞ്ഞങ്ങ് ആടുക. എന്തോ വലിയൊരു ഭീകരനെ പിടികൂടിയതുപോലെയാണ് മീഡിയാസിന്റെ ഒരു സന്തോഷം കാണുന്നത്. നമ്മുടെ കേരളത്തിലോ ഇന്ത്യയിലോ ആദ്യമായിട്ട് നടക്കുന്ന പീഡന കേസ് ഒന്നും അല്ലല്ലോ ഇതൊന്നും. എന്നിട്ട് ഇത്രയും തിളച്ചു മറിയാനായിട്ട് എന്താ? അതായത് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന വ്യക്തി ഈ മീഡിയാസിനെതിരെ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് അധിക്ഷേപിച്ചിട്ടുണ്ട്. മീഡിയാസിന്റെ തെറ്റുകൾക്കെതിരെ മുഖം നോക്കാതെ പ്രതിഷേധിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് രാഹുൽ എന്ന് പറഞ്ഞ വ്യക്തി. അതിന് ഉള്ളൊരു പ്രതികാരമായിട്ട് നമുക്കിത് കാണാം. എന്തൊരു ആഘോഷ മീഡിയാസ്! ഒരു ചാനലുകളിൽ പോലും മറ്റൊരു വാർത്തയും കാണുന്നില്ല. എല്ലാം ഫുള്ള് ലൈവ് സ്ട്രീമും കാര്യങ്ങളൊക്കെ. എന്താണ് ഇവിടെയൊക്കെ നടക്കുന്നത്? ഈ രാഹുൽ എന്ന് പറയുന്ന വ്യക്തി കുറ്റക്കാരനാണെങ്കിൽ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അത് പരിശോധിച്ച് കുറ്റക്കാരനാക്കി പ്രഖ്യാപിക്കുന്ന കോടതിയാണ്, അല്ലാതെ ഈ മാധ്യമങ്ങളല്ല. ഈ മാധ്യമം എന്താണ് ഇവിടെ കാണിച്ചു കൂട്ടുന്നത്? മുഴുവൻ അഴിഞ്ഞാട്ടമാണ് മാധ്യമത്തിന്റെ. ഇതാണോ ഒരു മീഡിയാസിന്റെ ഒരു ധർമ്മം എന്ന് പറയുന്നത്? പണ്ടൊക്കെ ഈ ജേർണലിസം എന്നൊരു പ്രൊഫഷനോട് ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷെ ഇന്നത്തോടെ ഈ ജേർണലിസത്തിന് ഇങ്ങനെ വൃത്തികേടാക്കി കളയാമെന്നുള്ളൊരു ഇതാണ് ഇപ്പം നമുക്ക് ഈ റിപ്പോർട്ടർ എന്ന ചാനലിൽ കൂടി മെയിനായിട്ട് പറയേണ്ടത്. ഈ റിപ്പോർട്ടർ എന്ന ചാനലിൽ കൂടി കാണിച്ചു തന്നുകൊണ്ടിരിക്കുന്നത്. ഞാനിപ്പോൾ പറയുന്ന എല്ലാ സ്ത്രീകളെ അല്ല പറയുന്നത്. കാരണം നമ്മുടെ നാട്ടിൽ നല്ല രീതിയിൽ അധ്വാനിച്ച് ജീവിക്കുന്ന സ്ത്രീകളുണ്ട്. അത് കൂലിപ്പണിയാണെങ്കിലും ഏതൊരു പ്രൊഫഷൻ ആണെങ്കിലും അതുപോലെ അധ്വാനിച്ച് ജീവിക്കുന്ന സ്ത്രീകളുണ്ട്. പക്ഷെ ഞാൻ ഇപ്പോൾ പറയുന്നത് ഇവളുമാരെ പോലെയുള്ള സ്ത്രീകളെ കുറിച്ചാണ് ഞാൻ ഈ മനസ്സിലാക്കണം. കുടുംബ പ്രശ്നങ്ങൾ തീർക്കാനായിട്ട് ഹോട്ടൽ റൂമിലോട്ടല്ല പോകേണ്ടത്. അത് ആദ്യം മനസ്സിലാക്കണം. ഇഷ്ടത്തോടെ ഇതുപോലുള്ള ബന്ധത്തിൽ ഏർപ്പെട്ടിട്ട് പിന്നെ പറയുന്നത് ബലാത്സംഗമായെന്ന്. മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിലുള്ള സെക്ഷൽ റിലേഷൻഷിപ്പ് എങ്ങനെയാണ് ഒരു ബലാത്സംഗ കേസ് ആവുന്നത്? എനിക്കത് മനസ്സിലാവുന്നില്ല. എന്തൊക്കെ രീതിയിലായിട്ട് പിടികിട്ടാ പുള്ളി അല്ലെങ്കിൽ ഒരു കൊടും ഭീകരനെ പിടിക്കുന്ന പോലെ ഈ രാഹുൽ മാങ്കൂട്ടൻ എന്ന വ്യക്തിനെ പോയിട്ട് ഹോട്ടൽ മുറിയിൽ നിന്ന് പോയി പൊക്കിയത്. അതുപോലെ തന്നെ എന്തൊരു പ്രഹസനമായിരുന്നു ഈ രാഹുലിനെ മെഡിക്കൽ ചെക്കപ്പിന് വേണ്ടി ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോയപ്പോൾ തന്നെ ചെരുപ്പ് വാങ്ങിക്കാൻ വേണ്ടി പൈസ ചോദിച്ചു, 10,000 രൂപ ചോദിച്ചു. എന്തൊക്കെ നോൺസെൻസ് ഒക്കെ കേൾക്കണം. ഇത് അറിയില്ല ഇതൊക്കെ സത്യമാണോ ഇല്ലയോ അതോ സൃഷ്ടിച്ച കാര്യങ്ങളാണോ ഒന്നും നമുക്കറിയത്തില്ല. പക്ഷെ അതിന് മുന്നേ അങ്ങ് ചാർത്തി കൊടുത്തു പുള്ളിയാണ് എല്ലാത്തിനുള്ള ഉത്തരവ്. രാഹുൽ എന്ന് പറയുന്ന വ്യക്തി തെറ്റുകാരനാണ് എന്ന് ഉറപ്പിക്കുന്നതിന് മുൻപേ തന്നെ ഇതുപോലുള്ള പ്രകടനങ്ങളൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഈ മീഡിയാസും ഈ പാർട്ടിക്കാരും. ഇതൊക്കെ എന്തൊരു തോന്നിവാസിയോ സത്യം പറഞ്ഞ ഈ കാണിച്ചു കൂട്ടുന്നത് മുഴുവൻ. എന്തിനു വേണ്ടിയിട്ടാ? അടുത്ത ഭരണത്തിന് വേണ്ടിയിട്ടാണോ? ഇതൊക്കെ വെച്ചിട്ടാണ് ശബരിമലയിലെ സ്വർണം കട്ടപ്പോഴോ തന്ത്രി പിടിക്കപ്പെട്ടപ്പോഴോ ഒന്നും ഈ ഒരു ഉണർവ് ഈ മീഡിയാസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടല്ലോ. ഒരു ഉണർവ് പോലെ ഈ മീഡിയാസിന് ഇത്രയും താല്പര്യം ഉള്ളതായിട്ട് കണ്ടില്ലല്ലോ. ഇതുപോലെ ഭയങ്കര വലിയ സംഭവമായിട്ടൊന്നും കണ്ടിട്ടില്ലല്ലോ ഈ മീഡിയാസിന്റെ ഭാഗത്തുനിന്നും. എന്താ ഈ കേസിൽ മാത്രം ഇത്രയും ഒരു എനർജി ഇവർക്ക് കൂടുന്നത്? എന്തായാലും റിപ്പോർട്ടർ എന്ന് പറയുന്ന ചാനൽ ഒരാഴ്ചത്തേക്ക് ഇതിന്റെ പുറകെ കിടന്ന് കളിക്കണത്. സത്യം പറഞ്ഞാൽ നമ്മുടെ മാധ്യമത്തിലുള്ളൊരു വിശ്വാസം ഉണ്ടല്ലോ, അതാണ് ഇവരൊക്കെ കൂടി നഷ്ടപ്പെടുത്തി കളയണത്. എനിക്കറിയാം ഈ കമന്റ് ബോക്സ് മുഴുവൻ തെറിവിളികളായിരിക്കും. പക്ഷെ എന്തായാലും കുഴപ്പമില്ല. പക്ഷെ ഇതുപോലുള്ള തോന്നിവാസത്തിനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കാൻ പറ്റത്തില്ല. അദ്ദേഹം പ്രതിയാണെങ്കിൽ പ്രതി ആയിക്കോട്ടെ, ഓക്കെ. പക്ഷെ നമ്മുടെ കോടതി വിധി വരണേ മുന്നേ ഇതുപോലെ ഒരാൾ ഇങ്ങനെ കൂട്ടം ചേർന്ന് ഇങ്ങനെ ആക്രമിക്കാൻ പാടില്ല. കുറച്ചെങ്കിലും മനുഷ്യത്വം ഈ പറയുന്ന ഈ മീഡിയാസ് സത്യം പറഞ്ഞ് വെക്കണം. ഇതുപോലുള്ള ഒരു അവസ്ഥയൊന്നും ഒരു മനുഷ്യനും ഉണ്ടാകാതിരിക്കട്ടെ. അതുപോലെ തന്നെ ഈ തേർഡ് കേസിന്റെ എന്താ പറയണത്, ഈ തേർഡ് കേസിന്റെ വഴി ആലോചിച്ചിട്ടുണ്ടെങ്കിൽ മനുഷ്യനൊരു അതിശയോക്തി തോന്നുക. കാരണം വെച്ചാൽ ആരും അറിയാതെ ഒരു പിടികിട്ടാപ്പള്ളിനെ പിടിക്കുന്ന കൂട്ട് തന്നെ ആരും അറിയാതെ മുഖ്യമന്ത്രിനെ ഡയറക്റ്റ് പെർമിഷൻ എടുത്തിട്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ പോയി പിടിക്കുന്നു. അതായത് അദ്ദേഹത്തിന്റെ PAയും ഡ്രൈവറും എല്ലാവരും കൂടി പോയി കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് ഈ പോലീസുകാർ രാത്രി 12:30 മണി 1 മണിയോടെ വന്നിട്ട് പിടിക്കുന്നത്. ഇതൊക്കെ എന്തൊക്കെ ഇതിനൊന്നും പറയാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ പ്രഹസനങ്ങൾ സത്യം പറഞ്ഞ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. പോലീസുകാർ സത്യം പറഞ്ഞാൽ നമുക്ക് കുറ്റം പറയാൻ പറ്റത്തില്ല. പോലീസുകാർ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കളിപ്പാവകളാണ്. കൊള്ളാം. എന്തായാലും ഏറ്റവും വലിയ കോമഡി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെരുപ്പ് പോലും വാങ്ങിക്കാനുള്ള ഒരു ക്യാഷ് പോലും കയ്യിലെടുക്കാനില്ലാത്ത ഒരു MLA എന്തൊരു അവസ്ഥയെന്ന് ആലോചിച്ച് നോക്കിക്കേ.
ഈ കേസൊന്നും നിലനിൽക്കാൻ പോകുന്നില്ല. ഇതുപോലെ തന്നെ ചില അവളുമാരൊക്കെ വന്ന് പറയുന്നുണ്ട്, നടി എന്നൊക്കെ പറയണേ ഞാൻ കണ്ടിട്ടില്ല ഇതുവരെയായിട്ടും. അവളുമാരൊക്കെ വന്ന് പറയണ്ടേ, ഇലക്ഷൻ 3 മാസം കഴിഞ്ഞിട്ടല്ലേ, ഇത് അതിനോടനുബന്ധിച്ചല്ല, ഇലക്ഷൻ ഇനിയും കിടക്കുന്നുണ്ടല്ലോ, 3 മാസം ഉണ്ടല്ലോ എന്ന്. എന്തായാലും കൊള്ളാം, മീഡിയാസ് കൊള്ളാം, പോലീസുകാരും കൊള്ളാം, നമ്മുടെ ഭരണകർത്താക്കളും കൊള്ളാം, എല്ലാവരും കൊള്ളാം.